Welcome again, everyone, to the very first session of our faculty development program titled Introduction to OBE and Implementation Concepts. So, what is OBE or Outcome Based Learning? I hope you're curious because the resource person for this session is Sri Muhammad Ashraf K, lecturer in the Department of Electronics Engineering at IPT and GPTC Sharnoda. He obtained his BTech in Electronics and Communication Engineering from the Government Engineering College, Thrissur, and went on to attain his MTech in Embedded System Technologies from Anna University. Armed with a work experience of 20 years, he has attended numerous FTPs on outcome-based education, including a training program for master trainers organized at the Kerala School of Mathematics, as well as at Kalamassery, Sitter, Muthoot Institute of Technology, and NITTR Chennai. What better person to introduce us to outcome-based education? I give you Sri Muhammad Ashraf K to present the first session. Thank you, Nasifa. Nasifa teacher. Okay, sir. Okay, thank you. Good morning. Good morning. A very good morning to one and all of you. Good morning, sir. Good morning. Okay. 2022 കൂടി അല്ലെങ്കിൽ 2023 കൂടിയിട്ട് കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജുകളെല്ലാം തന്നെ അക്രഡിറ്റഡ് കോളേജുകളാകണം എന്നുള്ള ഒരു ഇൻസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കോളേജുകളും ഈ ഒരു സ്ട്രീമിൽ നിന്ന്, ഈ ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് ആർക്കും തന്നെ മാറി നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തോട് കൂടിയിട്ട് ഇന്ന് മുതൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരൊറ്റ മനസ്സോട് കൂടിയിട്ട് ഈ ഒരു പ്രോസസ്സിൽ പങ്കാളികളാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ കൺസെപ്റ്റ്, അതാണ് ഞാൻ ഒരു സെഷൻ. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് പറയുന്നതിന് മുമ്പ് രണ്ട് വാക്ക് NP അക്രഡിറ്റേഷനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. NP അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സാണ്. നമ്മളുടെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ലെവൽ പ്രോഗ്രാംസ്, അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, ഇതെല്ലാം തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നമ്മുടെ അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത് രണ്ട് അക്രഡിറ്റിംഗ് ഏജൻസീസ് ആണുള്ളത്. ഒന്ന് NAAC അക്രഡിറ്റേഷൻ, നമ്മുടെ പ്രമോദ് സാർ അതിനെക്കുറിച്ച് നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. NAAC എന്ന് പറയുന്നത് നാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിൽ, that is related to universities and arts and science colleges. Engineering diploma level and undergraduate, postgraduate courses are accrediting an agency that is known as outcome based education. കുറിച്ച് പറയുന്നതിന് മുമ്പ് accreditation എന്ന് പറയുന്നത് to ensure that graduates of accredited engineering programs to satisfy minimum academic requirements for registration and graduate engineers with BEm and IEM. അക്രഡിറ്റേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ അക്കോർഡ് പ്രകാരം, വാഷിംഗ്ടൺ അക്കോർഡ് എന്ന് പറയുന്നത് അത് തുടക്കത്തിൽ 1989 സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോസസ്സാണ്. എഗ്രിമെന്റ്സ് ബിറ്റ്വീൻ അക്രഡിറ്റിംഗ് ഏജൻസീസ്. അത് തുടക്കത്തിൽ 6 കൺട്രീസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് 15 കൺട്രീസ് അതിൽ ജോയിൻ ചെയ്തു. ഇന്ത്യ അതിൽ 2013 മുതൽ സിഗ്നേച്ചറി കൺട്രിയാണ്. അപ്പോൾ വാഷിംഗ്ടൺ അക്കോർഡ് പ്രകാരം the graduates of accredited programs in any of the country recognized by other signatory countries having met the academic requirements for entry to the practice of engineering. അപ്പോൾ ഒരു സിഗ്നേച്ചറി കൺട്രിയിലുള്ള ഗ്രാജുവേറ്റ് നമ്മുടെ പോളിടെക്നിക് കോളേജുകളെ പറയുന്ന സമയത്ത് അവിടെയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സ് മറ്റൊരു രാജ്യത്ത് ഒരു അതേ സിഗ്നേച്ചറി കൺട്രിയിൽ അതിന്റെ റെക്കഗ്നേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡിപ്ലോമ എഞ്ചിനീയർ എന്നുള്ള സ്റ്റാറ്റസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അക്രഡിറ്റഡ് കോളേജുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ അക്രഡിറ്റഡ് പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ഗ്രാജുവേറ്റിന് മാത്രമേ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഹോൾഡർക്ക് മാത്രമേ അത് സാധ്യമാവൂ.
അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പല പ്രോബ്ലംസും, അതായത് ഇപ്പോൾ തന്നെ ഈ പല രാജ്യങ്ങളിലും നമ്മളുടെ എഞ്ചിനീയറിംഗ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ആളുകളും അതേപോലെ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള എഞ്ചിനീയേഴ്സ് എല്ലാം പോകുന്ന സമയത്ത് അവർക്ക് അവരുടെ സ്റ്റാറ്റസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ അവർക്കൊരു റെക്കഗ്നീഷൻ മറ്റുള്ള സ്ഥലത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അക്രഡിറ്റേഷന്റെ ബേസിൽ പലതരത്തിലുള്ള പ്രോബ്ലംസും ഇപ്പൊ നേരിടുന്നുണ്ട്. അപ്പൊ അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഓരോ പ്രോഗ്രാംസും നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലായാലും പോളിടെക്നിക് കോളേജുകളിലായാലും അക്രഡിറ്റഡ് ആയിരിക്കണം എന്നുള്ളത് പറയുന്നത്. ദിസ് ഈസ് എ മ്യൂച്വൽ റെക്കഗ്നീഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഓർ ഡിപ്ലോമ ഹോൾഡേഴ്സ് between the signatory countries for entering to a profession in engineering that particular countries. അപ്പോൾ ഈ വാഷിംഗ്ടൺ അക്കോർഡ് പ്രകാരമാണ് നമ്മൾ NBA അക്രഡിറ്റേഷനിലേക്ക് പോകുന്നത്. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് NBA ആണ്. NBA എന്ന് പറയുന്നത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. ഈ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓട്ടോണോമസ് ബോഡിയാണ്. NAC എന്ന് പറയുന്നതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ NBA അക്രഡിറ്റേഷനിൽ നേരത്തെ എല്ലാം നമ്മൾ പറയുന്നതല്ല NBA അക്രഡിറ്റേഷൻ. ഈ NBA അക്രഡിറ്റേഷനും നമ്മുടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. വിത്തൗട്ട് OBE നോ NBA. OBE എന്ന് പറയുന്നത് OBE സ്റ്റാർട്ടിംഗ് വിത്ത് എ ക്ലിയർ പിക്ചർ. ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റുഡൻസ് ടു ബി ഏബിൾ ടു ഡു. നമ്മൾ ട്രഡീഷണൽ ലേണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ TLE ട്രഡീഷണൽ ലേണിംഗ് അപ്രോച്ച് നമുക്കറിയാം. അതിൽ നിന്ന് ഈ ട്രഡീഷണൽ ലേണിംഗിൽ നമ്മൾ കണ്ടന്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ്. അതായത് ഒരു കുട്ടി വരുന്നു, ആ കുട്ടി ഒരു കോഴ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അവൻ പാസ്സാകുന്നുണ്ടോ അല്ലേ എന്നുള്ളത് മാത്രമേ നമ്മൾ അവിടെ നോക്കുന്നുള്ളൂ. അതേസമയത്ത് OBE ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റുഡൻസ് ടു ബി ഏബിൾ ടു ഡു, വാട്ട് ദ സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു ഡു അറ്റ് ദ എൻഡ് ഓഫ് എ പ്രോഗ്രാം, അറ്റ് ദ എൻഡ് ഓഫ് എ പർട്ടിക്കുലർ പ്രോഗ്രാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ടേം പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IPT-GPTസിൽ 3 പ്രോഗ്രാംസ് ആണുള്ളത്. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ പ്രിന്റിംഗ് ടെക്നോളജി. ഇത് 3ആണ് ഇവിടുത്തെ പ്രോഗ്രാംസ്. നമ്മൾ പറയുന്ന ഇതുവരെ നമ്മൾ പ്രോഗ്രാം എന്ന് ഉദ്ദേശിച്ചിരുന്നത് എന്താണോ അതല്ല ഇവിടെ പ്രോഗ്രാം. ഇവിടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നതും കോഴ്സ് എന്ന് പറയുന്നതും രണ്ടാണ്. അപ്പോൾ OBE സ്റ്റാർട്ട് വിത്ത് എ ക്ലിയർ പിക്ചർ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റുഡൻസ്. അതായത് ഈ കുട്ടികളുടെ എക്സ്പെക്ടേഷൻസ് എന്താണോ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വാട്ട് ദ സ്റ്റുഡൻറ് ടു ബി ഏബിൾ ടു ഡു അറ്റ് ദ എൻഡ് ഓഫ് എ പർട്ടിക്കുലർ പ്രോഗ്രാം. അതാണ് ഇവിടെ ഏറ്റവും, അതായത് വാട്ട് ദ സ്റ്റുഡൻറ് ടു ബി ഏബിൾ ടു ഡു എന്നുള്ളതാണ്. അവന്റെ നോളജ് ലെവൽ എന്താണോ, അവന്റെ സ്കിൽ എന്താണോ, ഇതാണ് ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് നോക്കുന്നത്. അതായത് എന്ത് ചെയ്യാൻ കഴിയും ഒരു കുട്ടി കോഴ്സ് കഴിഞ്ഞ് പോകുന്ന സമയത്ത്, കോഴ്സല്ല പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതാണ് OBEയിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. ദെൻ ഓർഗനൈസ്, അതായത് ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഒരു ക്ലിയർ പിക്ചർ കൊടുക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, വാട്ട് ദ സ്റ്റുഡൻറ് ടു ബി ഏബിൾ ടു ഡു. അതിനനുസരിച്ച് കരിക്കുലം, അതായത് നമ്മൾ ഈ കുട്ടികൾക്ക് എന്തെല്ലാമാണോ ഔട്ട്കംസ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതോടൊപ്പം അതിനുവേണ്ടി നമ്മൾ എന്താണോ പറഞ്ഞത് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അപ്പോ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, then we organize the curriculum. അപ്പോൾ കരിക്കുലം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. then we organize the curriculum. then next step is delivery and assessment to make sure learning happens. അതാണ് 4 സ്റ്റേജ്. 4 സ്റ്റേജ് എന്ന് പറയുന്നത് OBE മെക്കാനിസത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു OBE മെക്കാനിസം എന്ന് പറയുന്നത്, OBEയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് OBE എന്ന് പറയുന്നത് വാട്ട് ദ സ്റ്റുഡന്റ് വിൽ ബി ഏബിൾ ടു ഡു അറ്റ് ദ എൻഡ് ഓഫ് എ പർട്ടിക്കുലർ പ്രോഗ്രാം. ദാറ്റ് ഇസ് എ ക്ലിയർ പിക്ചർ ഓർ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ
teacher or the institution. Then a student entering into a particular program, he travel through different stages. That stages are OBC. OBC is the curriculum, the organized curriculum that ensures the achievement of outcomes. Next stage is OBLT. OBLT is the teaching, learning teaching activities to enable the learning process. And final stage is the OBA. OBA is the outcome based assessment. അപ്പോൾ ഇതിലെ ഓരോ സ്റ്റേജും നമ്മളിപ്പോ ഇതിലേക്ക് OBയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒരു കരിക്കുലം വേണം, അതുപോലെ ഒരു ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്, ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്ന ഒരു ഡെലിവറി സിസ്റ്റം വേണം, അതുപോലെ ഒരു അസസ്മെന്റ് മെത്തേഡ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത്, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് ഔട്ട്കം. Outcomes are clear learning results. Outcome കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ outcomes are clear learning results that we want the students to demonstrate at the end of a significant learning experiences. അതായത് ഒരു കുട്ടി കോഴ്സിന്, ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ എന്താ കുട്ടിക്ക് ചെയ്യാൻ കഴിയും. അതായത് OBE മെയിൻലി ഫോക്കസസ് ദ നോളജ് പ്ലസ് സ്കിൽ പ്ലസ് ആറ്റിറ്റ്യൂഡ്. അതാണ് ഇവിടെ പ്രത്യേകത. ഒരു ട്രഡീഷണൽ ലേണിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രഡീഷണൽ ലേണിംഗ് സിസ്റ്റം ഈസ് ഔട്ട്പുട്ട് ബേസ്ഡ് സിസ്റ്റം. ഔട്ട്പുട്ട് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നു, ആ കുട്ടി ആ റിസൾട്ട് വരുന്നുണ്ട്, ആ റിസൾട്ട് വരുന്ന സമയത്ത് ആ കുട്ടി പാസ്സായോ ഇല്ലേ എന്നുള്ളത് മാത്രമേ നമ്മൾ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്നുള്ളൂ. അതേസമയത്ത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഔട്ട്കംസ് ആർ ക്ലിയർ ലേണിംഗ് റിസൾട്ട്സ് ദാറ്റ് വി വാണ്ട് ദ സ്റ്റുഡൻസ് ടു ഡെമോൺസ്ട്രേറ്റ് ഓർ ടു ഡു അറ്റ് ദ എൻഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് പ്രോഗ്രാം, or what the student will be able to do at the end of his graduation or at the end of his program. Our ultimate aim is to culminating the outcomes. Outcome എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഔട്ട്കം, പ്രോഗ്രാം ഔട്ട്കം. നമ്മൾ പ്രോഗ്രാം ഔട്ട്കമിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു കോഴ്സ് റിഫൈൻ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ഔട്ട്കം എന്ന് പറയുന്നത് NBA അക്രഡിറ്റേഷന് നമ്മൾ പോകുന്ന സമയത്ത് NBA ഇൻസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്രഡിറ്റിംഗ് ഏജൻസി ഇൻസിസ്റ്റ് ചെയ്യുന്ന ചില ഔട്ട്കംസ് ഉണ്ട്. ആ ഔട്ട്കംസിനെയാണ് സാധാരണഗതിയിൽ ഗ്രാജുവേറ്റ് അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സുമായിട്ട് നമ്മളുടെ പ്രോഗ്രാം ഔട്ട്കംസ് അലൈൻഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഔട്ട്കംസ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് തന്നെ, അതായത് NBA അക്രഡിറ്റേഷനിൽ NBA നിഷ്കർഷിക്കുന്ന ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് തന്നെയാണ് പ്രോഗ്രാം ഔട്ട്കംസ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാം ഔട്ട്കംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ബേസിക് ആൻഡ് ഡിസിപ്ലിൻ, സ്പെസിഫിക് നോളജ്, പ്രോബ്ലം അനാലിസിസ്, ഡിസൈൻ ഡെവലപ്മെന്റ് ഫോർ സൊല്യൂഷൻ, എഞ്ചിനീയറിംഗ് ടൂൾസ്, എക്സ്പെരിമെന്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, PO4 engineering practices for society, sustainability and environment. 6th project management skill. 7th one lifelong learning. These are the 7 graduate attributes. These are also known as the program outcomes. NBA മാനുവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഗ്രാജുവേറ്റ് അട്രിബ്യൂട്ട്സ് എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരിക്കുക. ഈ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് തന്നെയാണ് പ്രോഗ്രാം ഔട്ട്കം എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ PO1 എന്ന് പറയുന്നത് അപ്ലൈ ദ നോളജ് ഓഫ് ബേസിക് മാത്തമാറ്റിക്സ്, സയൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ഫണ്ടമെന്റൽസ് ഓഫ് എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ടു സോൾവ് ദ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്. ഇങ്ങനെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ PO1 മുതൽ PO7 വരെയുള്ള, ഇപ്പോൾ PO7 എന്ന് പറയുന്നത് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്.
PO7 ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത് എബിലിറ്റി ടു അനലൈസ് ദ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് എൻഗേജ് ഇൻ അപ്ഡേറ്റിംഗ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടിയെ ഇവിടെ കോഴ്സിന് വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പ്രോഗ്രാം ഔട്ട്കംസിൽ എത്തിച്ചേരുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ ആർക്കെങ്കിലും അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടി അഡ്മിഷൻ എടുത്ത് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നീ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്ന കാര്യങ്ങളാണുള്ളത്, ഇന്ന അഡ്വാൻറ്റേജ് ഉണ്ട്, ഇന്നുള്ള സാധ്യതകളുണ്ട്, നിനക്ക് ഇന്നതായി തീരാൻ പറ്റും എന്നുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് അതിൻ്റെ നമ്മൾ ഒ ബിയിൽ ആദ്യം പറയുന്ന കേസ്, അതായത് ക്ലിയർ പിക്ചർ എന്ന് പറയുന്നത്. ആ ക്ലിയർ പിക്ചറിനനുസരിച്ചാണ് നമ്മളുടെ കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ കരിക്കുലം ഡിസൈൻ ചെയ്ത കരിക്കുലം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആകുന്ന സമയത്ത് നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡിസൈൻ ചെയ്യുന്നതിലും മറ്റും. അതായത് AICTE സ്ട്രിക്റ്റ് നോംസ്, റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വെച്ചുകൊണ്ട് നമ്മുടെ DTE അല്ലെങ്കിൽ നമ്മുടെ സിറ്റർ നമുക്കൊരു സിലബസ് തയ്യാറാക്കി തരുന്നുണ്ട്. ആ തയ്യാറാക്കി തരുന്ന സിലബസ് നിങ്ങൾ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിലബസ് ആണ് 2015 റിവിഷൻ മുതൽ. ഇപ്പൊ റിവിഷൻ 2020 ഇതുവരെ റിലീസ് ആയിട്ടില്ല. 2020 ഉടനെ തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ 2015 സ്കീമിലെ സിലബസ് തന്നെ ഒരു എന്താ പറയുക ഔട്ട്കം ബേസ്ഡ് സിലബസ് ആണ്. അതായത് ഔട്ട്കം ബേസ്ഡ് രീതിയിൽ നമ്മൾ റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് 2015 മുതലുള്ള. ഇപ്പോൾ ഈ 2015 മുതലുള്ള സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും കൂടെ അതിൻ്റെ ജനറൽ ഔട്ട്കംസ് എന്താണ്, കോഴ്സ് ഔട്ട്കം എന്താണ്, ഈ വക കാര്യങ്ങളെല്ലാം നമുക്കതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് വെറും സിലബസ് മാത്രമല്ല, അതിലെല്ലാം തന്നെ ഔട്ട്കംസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി മൊത്തം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജി 6 സെമസ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ 6 സെമസ്റ്ററിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് എത്ര കോഴ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ എത്ര കോഴ്സ് ഒരു കുട്ടി പഠിക്കേണ്ടി വരുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തൊരു കുട്ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ജോയിൻ ചെയ്തൊരു കുട്ടിക്ക് എത്ര കോഴ്സ് പഠിക്കേണ്ടി വരുന്നു. കോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റുകളാണ്. ഞാൻ ഈ പറയുന്നത് മുഴുവൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. അതിൽ വരുന്ന സബ്ജക്റ്റുകൾക്ക് ഓരോ സബ്ജക്റ്റും നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ സബ്ജക്റ്റുകളും എന്താണ്, കോഴ്സുകളാണ്. കോഴ്സ് എന്നുള്ള പേരിലാണ് അത് ഇനി പറയുന്നത്. അപ്പോൾ എത്ര കോഴ്സുകളാണ് നമുക്ക് മൊത്തമുള്ളത്? ഇത് തിയറി കോഴ്സസും പ്രാക്ടിക്കൽ കോഴ്സസും മിനി പ്രൊജക്റ്റ്, മിനി പ്രൊജക്റ്റ്, മെയിൻ പ്രൊജക്റ്റ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇതെല്ലാം കൂടി നമുക്ക് മൊത്തം എത്ര സബ്ജക്റ്റുകളിലാണ് നമ്മൾ കടന്നു പോകുന്നത്? ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യും. 55. എത്രയാണ് ടീച്ചറെ? 55 കോഴ്സുകൾ ഉണ്ടോ? ഓക്കെ 55 50 കോഴ്സുകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഒരു കുട്ടി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ 1ാമത്തെ സെമസ്റ്റർ മുതൽ 6ാമത്തെ സെമസ്റ്റർ എത്തുന്നത് വരെ തിയറി കോഴ്സസ്, പ്രാക്ടിക്കൽ കോഴ്സസ്, അതുപോലെ മിനി പ്രോജക്ട്സ്, മെയിൻ പ്രോജക്റ്റ്, ഇൻഡസ്ട്രിയൽ വിസിറ്റ്, എലക്ടീവ് സബ്ജക്ട്സ്, കോർ പേപ്പേഴ്സ്, അഡ്വാൻസ്ഡ് പേപ്പേഴ്സ്, ഇതെല്ലാം ചേർന്നതാണ് നമ്മളുടെ കരിക്കുലം. ഇതിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്ന സമയത്ത്, അതായത് നമ്മുടെ പ്രോഗ്രാമിനെ ഒന്ന് ജോയിൻ ചെയ്തൊരു കുട്ടി ഈ കോഴ്സുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്താണോ കിട്ടുന്നത്, ആ കുട്ടിക്ക് 3 ഡൊമൈനുകളിലാണ് ലേണിംഗ് പ്രോസസ് നടക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്താണോ ആ കുട്ടിക്ക് കിട്ടുന്നത്, ആ കുട്ടിക്ക് കിട്ടുന്നതാണ് ആക്ച്വൽ ഔട്ട്കംസ്. ആ കുട്ടിക്ക് എന്തൊക്കെ ഔട്ട്കംസ് വേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഔട്ട്കംസ് ആണ്, ഔട്ട്കംസിന്റെ സമ്മറിയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് സ്ലൈഡിൽ കാണിച്ചു തന്നത്. അത് നമ്മുടെ ഡിപ്ലോമ പ്രോഗ്രാംസിനാണെന്നുണ്ടെങ്കിൽ നേരത്തെ 10 പ്രോഗ്രാം ഔട്ട്കംസ് ആയിരുന്നു NBA പറഞ്ഞിരുന്നത്.
അത് ഇപ്പോൾ 2019 വരെ അത് 10 ഔട്ട്കംസ് ആയിരുന്നു. അപ്പോൾ മുൻപുള്ള ചില മോഡൽസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് PO10 വരെ മാപ്പ് നമുക്ക് കാണാൻ കഴിയും. അതേ സമയത്ത് 2019 ശേഷം ഇപ്പോ വരുന്നതിലെല്ലാം തന്നെ 7 എണ്ണമായിട്ടാണ് നമ്മളുടെ പ്രോഗ്രാം ഔട്ട്കം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാം ഔട്ട്കംസ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ 7 എണ്ണം. ഈ 7 എണ്ണം നിങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 7 പ്രോഗ്രാം ഔട്ട്കംസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സിലബസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിലബസിന്, അതായത് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള, നമ്മൾ ഔട്ട്കംസിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സിലബസിനെയാണ് ഔട്ട്കം ബേസ്ഡ് സിലബസ് എന്ന് പറയുന്നത്. ഈ ഔട്ട്കം ബേസ്ഡ് സിലബസ് കുട്ടികളിലേക്ക് എങ്ങനെ ഈ ഔട്ട്കംസ് കൊടുക്കണം അല്ലെങ്കിൽ കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് ഒരു ഡെലിവറി സിസ്റ്റം വഴിയാണ്. അപ്പൊ നമ്മളുടെ ഈ കോഴ്സ് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എനേബിളിംഗ് ടീച്ചിങ് ലേണിംഗ് മെക്കാനിസംസ് വേണം. എനേബിളിംഗ് ടീച്ചിങ് ലേണിംഗ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളെയാണ് നമ്മൾ ഡെലിവറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെലിവറി മാത്രം പോരാ, ഈ കുട്ടിക്ക് ഈ അച്ചീവ്മെന്റ് നടന്നിട്ടുണ്ടോ, അതായത് നമ്മളുടെ ഔട്ട്കംസ് എല്ലാം തന്നെ ഈ കുട്ടി നേടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് മെത്തേഡ്. അപ്പോൾ നമ്മളുടെ ഈ കോഴ്സ് നമ്മൾ ഓർഗനൈസ് ചെയ്ത സമയത്ത് തന്നെ ആദ്യം നമ്മൾ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് ആദ്യം വന്നിട്ട് മതി MBAയിലേക്ക് പോവാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഔട്ട്കം ബേസ്ഡ് സിസ്റ്റം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ഔട്ട്കംസ് എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഒരു കുട്ടി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് വാട്ട് ദ സ്റ്റുഡൻറ് ഓർ വാട്ട് ദ ഗ്രാജുവേറ്റ് will be able to do at the end of particular program, particular engineering program. That is known as program outcome or graduate attributes. ഈ OBE എലമെന്റ്സ് ഒന്ന് നോക്കുക. ഈ OBE എലമെന്റ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇതിലെ ഓരോന്നും തന്നെ ഞാൻ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ വിഷൻ, മിഷൻ, program educational objectives, program outcomes, course outcomes 1, 2 and 3. ഇത്രയും എലമെന്റ്സ് ആണ് ഒരു OBE പ്രോസസ്സിനെ നമ്മൾ അതിൻ്റെ എലമെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ദ കീ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് OBE എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒരു OBE നമ്മൾ ഒരു NBA അക്രഡിറ്റേഷൻ നമ്മൾ പോകുന്നത് ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ NBA വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമിന് ഒരു വിഷൻ വേണം. ആ വിഷൻ എന്ന് പറയുന്നത് ദ ആസ്പിരേഷൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതോടൊപ്പം വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലോങ് ടേം പ്രോസസ്സിൽ ലോങ് ടേം വിഷൻ ആയിരിക്കണം. നമ്മൾ ഇപ്പോൾ നമ്മളുടെ സ്റ്റാറ്റസ് എന്താണ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ എന്തായിത്തീരണം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എന്തായിത്തീരണം എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് വിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിഷൻ എന്നുള്ളത് വിഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഷനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഡിഫറെന്റ് പാത്സ്, നമുക്ക് എങ്ങനെ വിഷനിലോട്ട് എത്തിച്ചേരാം എന്നുള്ള ഇതിനെ സൂചിപ്പിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. അത് ഒരുപാട് വഴികളിലൂടെ ആയിരിക്കും. ഇപ്പൊ വിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷനിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വഴികൾ വേണ്ടി വരും. ആ ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാലാണ് വിഷനിൽ എത്തിച്ചേരുക എന്നുള്ളതിന് വേണ്ടിയുള്ള ഡിഫറെന്റ് പാത്സ് ആണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് ലെവൽ എന്ന് പറയുന്നത് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഈ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റ് ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ റിഫൈൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഔട്ട്കംസ് എല്ലാം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ട്കം ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിലേക്ക് ഒരു കുട്ടിയെ നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ ആ കുട്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഔട്ട്കംസ് ഇന്നത് നേടിയിരിക്കണം എന്നുള്ളത് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് കൂടി നോക്കിയിട്ടാണ്. നമ്മളിവിടുന്ന്
പഠിപ്പിച്ച് പുറത്തിറക്കുന്ന കുട്ടികളെല്ലാം തന്നെ ഇൻഡസ്ട്രിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഇൻഡസ്ട്രി, ഇപ്പോൾ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളുടെ ഔട്ട്കം എന്ന് പറയുന്നതിൽ പ്രോഗ്രാം ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വാട്ട് ദ സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു ഡു അറ്റ് ദ എൻഡ് ഓഫ് എ പർട്ടിക്കുലർ പ്രോഗ്രാം. അതേസമയത്ത് പ്രോഗ്രാം എഡ്യൂക്കേഷനിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു ഇൻഡസ്ട്രിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ അവൻ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിഞ്ഞ് അവൻ എന്തായിത്തീരണം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ വിഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട്, വിഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം വിഷനാണ്, അതേസമയം സ്റ്റേറ്റ്മെന്റ് ആണ്. അതേസമയം അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10, 20 അല്ലെങ്കിൽ 25 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വിഷൻ നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ആ കുട്ടി ഒരു 4-5 വർഷം കഴിഞ്ഞ് ഒരു പ്രൊഫഷണലില് ആയിട്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ നിശ്ചിത പീരീഡ് കഴിയുന്ന സമയത്ത് അവൻ എന്തായി തീർന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തായി തീരും എന്നുള്ളത് സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം ഔട്ട്കംസ്. പ്രോഗ്രാം ഔട്ട്കംസ് ഞാൻ പറഞ്ഞു. ഈ പ്രോഗ്രാം ഔട്ട്കംസ് നമുക്ക് വരുന്നത് എവിടുന്നാണ്? ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്നാണ്. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് NBA പറയുന്ന ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് വാട്ട് ദ സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു ഡു, അതാണ് പ്രോഗ്രാം ഔട്ട്കം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രോഗ്രാം ഔട്ട്കമ്മിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് കോഴ്സസ് ആണ്. കോഴ്സ് 1, കോഴ്സ് 2, കോഴ്സ് 3 എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കോഴ്സ് ഔട്ട്കംസ്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുമ്പോഴും കോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, സബ്ജക്റ്റ് 3, അതായത് ഒന്നാമത്തെ സെമസ്റ്ററിൽ നമ്മൾ 10 സബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെമസ്റ്ററിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്, അത് തിയറി സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അതൊന്നും ഓരോന്നും എന്താണ്? കോഴ്സാണ്. കോഴ്സ് ഔട്ട്കം എന്നുള്ളത് PO എന്ന് പറയുന്നത് പ്രോഗ്രാം ഔട്ട്കമും കോഴ്സ് ഔട്ട്കം എന്നുള്ളത് CO എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയാറ്. അപ്പോൾ CO എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റും പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമ പ്രോഗ്രാമിൽ ഓരോ സബ്ജക്റ്റ് എത്ര മൊഡ്യൂളാണ്? 4 മൊഡ്യൂളുകളാണ്. ആ 4 മൊഡ്യൂളുകൾക്കും എന്തുണ്ടായിരിക്കും? ഓരോ മൊഡ്യൂൾ ഔട്ട്കംസ് അല്ലെങ്കിൽ അതിന്റെ ജനറൽ ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടായിരിക്കും. ഒരുപാട് സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കംസ് കൂടി ചേർന്നതാണ് ഒരു കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് മൊത്തത്തിലുള്ള ഒരു ഔട്ട്കമാണ്. അതേസമയത്ത് ഈ കോഴ്സ് ഔട്ട്കം നമ്മൾ റിഫൈൻ ചെയ്ത് പോകുന്ന സമയത്ത് കോഴ്സ് ഔട്ട്കം എന്നുള്ളത് ഒരുപാട് SLOs കൂടിയിട്ടുള്ളതാണ്. SLO എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കം. ഒരു കുട്ടിയെ ഞാൻ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ ലെക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കയറുന്നു. ആ കയറുന്ന സമയത്ത് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾ അറിയാൻ പോകുന്ന എന്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, വാട്ട് ദ സ്റ്റുഡൻറ് വിൽ ബി ഏബിൾ ടു ഡു വാട്ട് ഏബിൾ ടു ഡു എന്നുള്ളത് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ SLO എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലെക്ചർ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ അവേഴ്സ് കഴിയുന്ന സമയത്തും ഒരുപാട് SLOs ഉണ്ടായിരിക്കും. ആ SLO എല്ലാം തന്നെ കോഴ്സ് ഔട്ട്കമുമായിട്ട് കോറിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അലൈൻ ചെയ്ത് വരണം. ഓരോ കോഴ്സ് ഔട്ട്കമും നമ്മുടെ പ്രോഗ്രാം ഔട്ട്കമുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരണം. ഓരോ പ്രോഗ്രാം ഔട്ട്കംസും നമ്മുടെ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരണം. അത് ഫൈനൽ നമ്മുടെ വിഷനുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വരണം. അപ്പൊ നമ്മളിവിടെ ഈ NBA ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇതിന്റെ വിഷൻ, മിഷൻ, പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, പ്രോഗ്രാം ഔട്ട്കംസ്, കോഴ്സ് ഔട്ട്കംസ്. അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള ഇതിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് കോഴ്സ് ഔട്ട്കംസ് ആണ്. ഈ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കോഴ്സ് ഔട്ട്കംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മളുടെ ഓരോ കോഴ്സിനും നമുക്ക് അനുവദിച്ച അവേഴ്സ് ഉണ്ട്. അതായത് ഒരു സബ്ജക്റ്റിന് ഇപ്പോൾ 60 അവേഴ്സ് അല്ലെങ്കിൽ 75 അവേഴ്സ് നമ്മുടെ സിലബസിൽ പറയുന്ന അവേഴ്സ് ഉണ്ടായിരിക്കും. ട്യൂട്ടോറിയൽ അവേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ പ്രാക്ടിക്കൽ അവേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ലെക്ചർ അവേഴ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ കോഴ്സുകൾക്കും അതിൻ്റെതായ സ്പെസിഫിക് പീരീഡിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന
ഔട്ട്കംസ് എന്താണോ, അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അറ്റൈൻമെന്റ് എന്താണോ, അതാണ് ഔട്ട്കം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓരോ കോഴ്സുകൾക്കും ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അത് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ ഇന്റർനെറ്റിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ 2015 സിലബസ് നിങ്ങൾക്ക് കിട്ടും. ഓരോ സബ്ജക്റ്റിലും അതിന്റെ ഓരോ മൊഡ്യൂൾ ഔട്ട്കംസ് എന്താണ്, അതേപോലെ അതിന്റെ കോഴ്സ് ഔട്ട്കംസ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ജനറൽ ഔട്ട്കംസ്, കോഴ്സ് ഔട്ട്കംസ് ഇതെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കുക. ഓക്കെ, ഇനി ഈ പ്രോഗ്രാം എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ സെറ്റ് ഓഫ് സ്പെസിഫിക് ഗോൾസ് കൺസിസ്റ്റന്റ് വിത്ത് ദ ഫാക്കൽറ്റീസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് മിഷൻ ആൻഡ് വിഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദ എക്സ്പെക്റ്റഡ് അച്ചീവ്മെന്റ്സ് ഓഫ് ഗ്രാജുവേറ്റ്സ് ഇൻ ദർ കരിയർ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ആഫ്റ്റർ ദ ഗ്രാജുവേഷൻ. ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു കുട്ടി എൻട്രി ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തെല്ലാം ഔട്ട്കംസ് ഉണ്ട്, അതാണ് പ്രോഗ്രാം ഔട്ട്കംസ് എന്ന് പറയുന്നത്. അതേസമയത്ത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് ഒരു കുട്ടി എൻട്രി ചെയ്യുന്ന സമയത്ത് അവൻ എന്തായിത്തീരുന്നു എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളുടെ PEO എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിൽ ഉണ്ടാവുക. വിഷൻ, മിഷൻ, പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്, അതിൽ ഒരു ബ്ലോക്ക് മാത്രമേ ഒബ്ജക്റ്റീവ്സ് ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം തന്നെ ഔട്ട്കംസ് ആണ്. പ്രോഗ്രാം ഔട്ട്കംസ്, അതുപോലെ കോഴ്സ് ഔട്ട്കംസ്, ഇതെല്ലാം തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. അതായത് ക്ലിയർ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കണം. ഈ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്, കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് ഓരോ കോഴ്സും ഓരോ സബ്ജക്റ്റുകളും നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്ത് അറ്റൈൻമെന്റ് നേടി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ എടുത്തു തീർക്കുന്നത്. നമ്മളുടെ പറയുന്ന അവേഴ്സ് എത്രയാണോ, അപ്പോൾ 72 അവർ അല്ലെങ്കിൽ 60 അവർ വെച്ചാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ ക്ലാസ്സിൽ നമ്മൾ കയറുന്ന സമയത്ത് ആ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കുട്ടിക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണോ അത് സ്പെസിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് അത് രണ്ടായിട്ട് തരംതിരിക്കുക. അതായത് കോഴ്സ് ഔട്ട്കമ്മിലേക്ക് നമ്മൾ എത്തുന്നത് സ്റ്റുഡന്റ് ലേണിംഗ് ഔട്ട്കംസ്. സ്റ്റുഡന്റ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ലെക്ചർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് എന്തെല്ലാം നേടാൻ കഴിയും, അതാണ് അതിന്റെ സ്റ്റുഡന്റ് ലേണിംഗ് ഔട്ട്കം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പ്രോഗ്രാം ഔട്ട്കംസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇനി കോഴ്സ് ഔട്ട്കം എന്ന് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു. കോഴ്സ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും തന്നെ അത് മനസ്സിലാക്കുക, ഒരു സബ്ജക്റ്റ് ആണ് ഒരു കോഴ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടി എത്ര കോഴ്സുകളിലൂടെ കടന്നു പോയാലാണ് ആ പ്രോഗ്രാം ഔട്ട്കം അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാം ഔട്ട്കം അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് OBC. ആ OBCയെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡെലിവറി നടത്തുന്നത്. അതിന് ഡിഫറെന്റ് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആർ ദർ ഇൻ ദ ക്ലാസ്. അവസാനം ഇത് അറ്റൈൻമെന്റ് കിട്ടിയോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് നടത്തുന്നതാണ് അസസ്മെന്റ് മെത്തേഡ്. അപ്പോൾ ഈ അസസ്മെന്റ് മെത്തേഡുകളെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OBA എന്താണ്, അസസ്മെന്റ് എന്താണ്, നമ്മളുടെ കോഴ്സ് ഔട്ട്കമും പ്രോഗ്രാം ഔട്ട്കമും എങ്ങനെ കോറിലേറ്റ് ചെയ്തിരിക്കണം, അതിന്റെ മാപ്പിംഗ് എന്താണ് എന്നുള്ളതെല്ലാം ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനുകളിൽ വളരെ കാര്യമായിട്ട് തന്നെ അത് ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. അതായത് OBEയിൽ നമ്മളുടെ ഒരു കുട്ടി ഈ കോഴ്സിലെ ഒരു പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കുട്ടി ലേണിംഗ് പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് ആ ലേണിംഗ് പ്രോസസ്സ് 3 ഡൊമൈനിൽ, അതായത് നമ്മളുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ഡൊമൈനാണുള്ളത്. ആ 3 ഡൊമൈൻ എന്ന് പറയുന്നത് ബെഞ്ചമിൻ ബ്ലൂംസ് ആണ് ഡൊമൈൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബെഞ്ചമിൻ ബ്ലൂംസ് ഡെവലപ്പ് എ മോഡൽ ഫോർ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ബെഞ്ചമിൻ ബ്ലൂംസ് ഡെവലപ്പ് എ മോഡൽ ഫോർ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. That is what is called Bloom's taxonomy. In a classroom, teaching learning process or learning process mainly accomplished through 3 domains. The 3 hierarchical domains of learning are cognitive domain, affective domain, and psychomotor domain. അപ്പോൾ ഒരു കുട്ടിയെ ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്
ആ ക്ലാസ്സിന് ചില എൻട്രി ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും. അത് ആ ടീച്ചർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എൻട്രി ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ഒരു അഡ്മിഷൻ പ്രോസസ്സിലൂടെ ഇപ്പോൾ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ അഡ്മിഷനിൽ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വ്യത്യസ്ത സാമൂഹ്യ പരിതസ്ഥിതിയിലുള്ള കുട്ടികളായിരിക്കും. എല്ലാ കുട്ടികളും ഒരേ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല. വ്യത്യസ്ത സാമൂഹ്യ പരിതസ്ഥിതി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ജൈവ വൈവിധ്യങ്ങളോട് കൂടിയിട്ടുള്ള കുട്ടികളാണ് നമ്മളുടെ മുമ്പിലിരിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല പഠിക്കുക, ഒരേ രീതിയിലായിരിക്കില്ല അവർക്ക് ഔട്ട്കം കിട്ടുക. അത് ഒരു ടീച്ചർ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവിടെ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് നടത്തേണ്ടത്. അപ്പോൾ ഡെലിവറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൊമൈനാണ്. അപ്പോൾ ആ ഡെലിവറി ഡൊമൈനിൽ 3 ഡൊമൈനിലാണ് കാര്യങ്ങളെല്ലാം കുട്ടികൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ലേണിംഗ് ഹാപ്പൻ ചെയ്യുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ നോളജ് ആൻഡ് കോംപ്രിഹെൻഷൻ ലെവലാണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ലെക്ചർ ക്ലാസ് അതുപോലെ ട്യൂട്ടോറിയൽ ക്ലാസ് വഴിയൊക്കെ നമുക്ക് കുട്ടിക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആ കുട്ടി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അറ്റൈൻമെന്റ് നടത്തുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനിലാണ്. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഇമോഷണൽ അതേപോലെ കുട്ടിയുടെ വാല്യൂസ് ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അഫക്റ്റീവ് ഡൊമൈനിലാണ് ആ കുട്ടി അറ്റൈൻമെന്റ് നടത്തുന്നത്. അതേസമയത്ത് ആ കുട്ടിയുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽസ് ആർ റിലേറ്റഡ് ടു സൈക്കോമോട്ടർ ഡൊമൈൻ. അപ്പൊ ഈ ഒരു മൂന്ന് ഡൊമൈനിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു കുട്ടി 3 ഡൊമൈനിലൂടെയാണ് കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നത്. അപ്പോൾ കൊഗ്നിറ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ ആൻഡ് അഫക്റ്റീവ് ഡൊമൈൻ, ഇതാണ് 3 ഡൊമൈനുകൾ. ഈ ഹൈറാർക്കിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന ഒരു ആളാണ്. ഈ ബെഞ്ചമിൻ ബ്ലൂം അദ്ദേഹത്തിന്റെ ഈ ഓരോ മോഡലും, അതായത് കൊഗ്നിറ്റീവ് ഡൊമൈനിലെ അതിന്റെ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, അതേപോലെ അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ, ഇത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കാണെങ്കിൽ കടക്കാൻ പോകും. അപ്പോൾ ഈ ഡൊമൈൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലൂംസ് ടാക്സോണോമി അല്ലെങ്കിൽ ബ്ലൂം developed a model of learning objectives, that is what is called Bloom's taxonomy. Bloom's taxonomy is a set of 3 hierarchical models that clarify to enable the learning outcomes into a level of complexity and specificity. ഇപ്പോൾ നമുക്കൊരു കുട്ടിയെ നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഏത് തരത്തിൽ, അതായത് ഏത് ലെവൽ വരെ അല്ലെങ്കിൽ ടു വാട്ട് ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുട്ടിക്ക് ഉള്ള ഇൻഫർമേഷൻസ് നമുക്ക് പല രീതിയിൽ കൈമാറാം. ആ കുട്ടിക്കുള്ള കഴിവുകൾ നമുക്ക് ഒരു ബ്ലൂംസിന്റെ തിയറി പ്രകാരം മൊത്തം നേരത്തെ അത് ബ്ലൂംസ് ഡിഫൈൻ ചെയ്തത് 5 ലെവലുകളായിരുന്നു. അത് പിന്നീട് 6 ലെവലുകളായിട്ട് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബ്ലൂംസ് ടാക്സോണോമിയിൽ 6 ലെവലുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ബ്ലൂംസ് ടാക്സോണോമിയിലുള്ള ലേണിംഗ് പ്രോസസ്സിന്റെ ഡിഫറെന്റ് ലെവൽസ്. ദ ലോവസ്റ്റ് ലെവൽ ഓഫ് Bloom's taxonomy is remembrance level, then understanding, apply, analysis, evaluate and create. അപ്പോൾ ഇതിൽ എന്തിനാണ് നമ്മൾ അപ്പോൾ ഈ റിമംബറൻസ് ലെവൽ, ഇപ്പോൾ റിമംബറൻസ്, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനാലിസിസ്, ഇവാലുവേറ്റ് ആൻഡ് ക്രിയേഷൻ, ഈ ലെവലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ റിമംബറൻസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ, റിമംബറൻസ് എന്ന് പറയുന്നത് ഓൺലി റൂട്ട് മെമ്മറൈസേഷൻ. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് റിമെമ്പർ ചെയ്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഹയർ ലെവലിലൊക്കെ ഒന്നും തന്നെ ആ കുട്ടിക്ക് പോകണ്ട എങ്കിൽ, അല്ലെങ്കിൽ റൂട്ട് മെമ്മറൈസേഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ റെസിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റർ, ആ റെസിസ്റ്ററുകളുടെ പേര് മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനെക്കുറിച്ച് ബാക്കി ഒരു കാര്യങ്ങളും അതിന് മുകളിലേക്കൊന്നും പറയാതെ തന്നെ ആ റിമംബറൻസ്, റൂട്ട് മെമ്മറൈസേഷൻ ലെവലിൽ തന്നെ ആ കുട്ടിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ
റിമെമ്പർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിമെമ്പർ. അപ്പോൾ റിമെമ്പർ എന്ന് പറയുന്നത് ഓൺലി ദ റൂട്ട് കോസ് മെമ്മറൈസേഷൻ ലെവൽ. അപ്പോൾ ഈ റൂട്ട് മെമ്മറൈസേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ക്ലാസ്സിൽ ചെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു കോഴ്സ് ഔട്ട്കംസ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്, ജനറൽ ഔട്ട്കംസ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്, SLOs എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കംസ്. സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് നമ്മൾ SLOകളിലൂടെയാണ് നമ്മൾ കോഴ്സ് ഔട്ട്കമ്മിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഞാൻ SLO ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിരിക്കണം, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കാം. അപ്പോൾ ഈ റിമെമ്പറൻസ് ലെവലിൽ മാത്രമേ നമ്മളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ അവിടെ നമ്മൾ ചില ആക്ഷൻ വെർബ്സ് നമ്മൾ യൂസ് ചെയ്യണം. ആക്ഷൻ വെർബ്സ് എന്നുള്ളത് ആക്ഷൻ വെർബ്സ് നമ്മൾ യൂസ് ചെയ്യാന്ന് പറയുന്നത്, ആക്ഷൻ വെർബ്സ് അതിന്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ആ ബ്ലൂംസ് ടാക്സോണോമിയുടെ സൈഡിൽ തന്നെ ഡിഫൈൻ, ഡ്യൂപ്ലിക്കേറ്റ്, എൻലിസ്റ്റ് ഓർ മെമ്മറൈസ്, റെക്കഗ്നൈസ്, അതുപോലെ റിപ്പീറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, സ്റ്റേറ്റ്, ഈ രീതിയിലൊക്കെ ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് നമ്മൾ നടത്തുന്ന സമയത്തും, അതുപോലെ ഔട്ട്കം ബേസ്ഡ് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്ന സമയത്തും ആക്ഷൻ വെർബ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ ക്ലിയർലി നമ്മൾ അത് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഒരു ക്ലാസ്സിൽ നമ്മൾ ആ കുട്ടിക്ക് എന്താണോ ഔട്ട്കംസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആക്ഷൻ വെർബ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഈ ആക്ഷൻ വെർബ്സ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്ഷൻ വെർബ്സ് ഓരോന്നും തന്നെ ഈ റിമെമ്പറൻസ് ലെവലിനും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിനും അപ്ലൈ, അനാലിസിസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് എന്നീ ലെവലുകൾക്കൊക്കെ തന്നെ ഓരോ തരത്തിലുള്ള ആക്ഷൻ വെർബ്സ് ആണ്. അപ്പോൾ ഓൺലി റൂട്ട് മെമ്മറൈസേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു കുട്ടിക്ക് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതിനുള്ള ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ, ഡ്യൂപ്ലിക്കേറ്റ്, എൻലിസ്റ്റ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ്, ഞാൻ അതാ പറഞ്ഞു വന്നത്, ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത്, അസസ്മെന്റ് സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടി വരും. അപ്പൊ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന സമയത്തും ഈ റിമെമ്പറൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വേണോ, അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വേണോ, അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻ വെർബ്സ് അവിടെ യൂസ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കണം. അപ്പോൾ ഓരോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസിനും അതിൻ്റെ ആക്ഷൻ വെർബ്സ് അതിന്റെ സൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ആക്ഷൻ വെർബ്സ് ഉണ്ട്. അപ്പോൾ അറേഞ്ച്, ഡിഫൈൻ ഓംസ് ലോ. ഇപ്പോൾ ഒരു കുട്ടി ഓംസ് ലോ എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഡിഫൈൻ ഓംസ് ലോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ ഓംസ് ലോ, അല്ലെങ്കിൽ ലിസ്റ്റ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഓർ ലിസ്റ്റ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിസ്റ്റ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻജിൻസ്, അല്ലെങ്കിൽ ലിസ്റ്റ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ്, ഈ രീതിയിലൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ അതെന്താണ്, ഓൺലി ഇൻ ദ റിമെമ്പറൻസ് ലെവൽ. അപ്പോൾ ഒരു കുട്ടി എത്രത്തോളം നമ്മൾ ആ കുട്ടിക്ക് നമ്മൾ ഈ ഔട്ട്കംസ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്റൻഡഡ് ലേണിംഗ് ഔട്ട്കംസ് എന്താണ് എന്നുള്ളതിനനുസരിച്ച് ഇതിലേത് ലെവലിലേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാം. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈനിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ലെവലാണ് റിമെമ്പറൻസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഹയർ ലെവൽ ഈസ് ദ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിമെമ്പറൻസ്, നമ്മളുടെ തൊട്ട് താഴെ ലെവലാണ് റിമെമ്പറൻസ് ലെവൽ എന്ന് പറഞ്ഞു. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലും റിമെമ്പറൻസ് ലെവലും തമ്മിലുള്ള വ്യത്യാസം, ദ ഡിഫറൻസ് is that a student has the capability of translating the material from one form to another. ആ കുട്ടിയുടെ മുമ്പിലുള്ള മെറ്റീരിയൽസ് ഒരു തരത്തിൽ നിന്നും മറ്റൊരു തരത്തിലേക്ക് ആ കുട്ടിക്ക് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ലെവലിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ കുട്ടി ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റാസ് നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് കൊടുത്ത്
ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയാണ് ഇപ്പോൾ പോപ്പുലേഷൻ റേറ്റ് ഒരു 10 വർഷത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷൻ റേറ്റ് ആണ് ഇത്. ആ 10 വർഷത്തെ റേറ്റ് ഈ രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു നെക്സ്റ്റ് ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 2025 ആകുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ പോപ്പുലേഷൻ റേറ്റ് എന്തായിരിക്കും, കേരളത്തിലെ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ റേറ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തമുള്ള പോപ്പുലേഷൻ റേറ്റ് എന്തായിരിക്കും, അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് പ്രഡിക്റ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഡിക്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊജക്റ്റിംഗ് നമ്മൾ കൊടുത്ത ഡാറ്റ വെച്ച് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാനോ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ മെറ്റീരിയലിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മളിപ്പോൾ കൊടുത്ത ഒരു സെറ്റ് ഓഫ് ഡാറ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാസ് വെച്ചുകൊണ്ട് ആ കുട്ടിക്ക് അതിനെ പ്രഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ആ പേഴ്സണ് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എ പേഴ്സൺ ക്യാൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് വിത്ത് ഹിസ് ഓൺ വേർഡ്സ് ഓർ ഇന്റർപ്രറ്റ് or the capability to project or the capability to make a judgment. അതാണ് നമ്മൾ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് റിമെമ്പറൻസ് ലെവൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓൺലി റൂട്ട് മെമ്മറൈസേഷൻ. ഒരു കുട്ടിക്ക് ഒരു കാര്യത്തെ ഇപ്പോൾ റെസിസ്റ്ററിന് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആ റെസിസ്റ്ററിനെ കുറിച്ച് ജസ്റ്റ് അദ്ദേഹത്തിന് എഴുതിയാൽ മാത്രം മതി. അത് ഏതെല്ലാം ടൈപ്പ് എന്നുള്ള എൻലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതേ സമയത്ത് ഓരോ റെസിസ്റ്റേഴ്സും എന്താണെന്നുള്ളതോ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇന്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡാറ്റാസ് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഓൺ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ലേണിങ്ങിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ആക്ഷൻ വെർബ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്ലാസിഫൈ, ഡിസ്ക്രൈബ്, ഡിസ്കസ്, എക്സ്പ്ലെയിൻ, ഐഡന്റിഫൈ, ലൊക്കേറ്റ്, റെക്കഗ്നൈസ്, റിപ്പോർട്ട്, സെലക്ട്, ഇത്തരത്തിലുള്ള ട്രാൻസ്ലേറ്റ്, ഇത്തരത്തിലുള്ള ആക്ഷൻ വെർബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആക്ഷൻ വെർബ്സ് ഇവിടെ യൂസ് ചെയ്യേണ്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ വെർബ്സ് യൂസ് ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം വരാൻ പാടില്ല. അത് ഈ ആക്ഷൻ വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് അതിൻ്റെ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ആക്ഷൻ വെർബ്സ് ഞാനിപ്പോൾ പറഞ്ഞു. ആക്ഷൻ വെർബ്സ് ഇത് അണ്ടർസ്റ്റാൻഡിങ് ലെവലും റിമെമ്പറൻസ് ലെവലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അതിലെ ആക്ഷൻ വെർബ്സും എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ആക്ഷൻ വെർബ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് പ്രോസസ് ഈസ് അപ്ലൈയിങ് ലെവൽ. അപ്ലൈയിങ് ലെവൽ എന്ന് പറയുമ്പോൾ അപ്ലൈ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ. ആരെങ്കിലും ഒന്ന് എന്താണ് അപ്ലിക്കേഷൻ? ഇപ്പൊ റിമെമ്പറൻസ് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് അപ്ലിക്കേഷൻ ലെവലാണെങ്കിൽ അപ്ലൈയിങ് ലെവലാണ്. അപ്ലൈയിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ എബിലിറ്റി ടു യൂസ് ലേൺഡ് മെറ്റീരിയൽ ഇൻ ന്യൂ കോൺക്രീറ്റ് സിറ്റുവേഷൻ. The ability to use the learned material in new and concrete situation. അപ്പോൾ നമ്മൾ കുട്ടിക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ കുട്ടിക്ക് അത് ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്ലിക്കേഷൻ ലെവൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷനിൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക, കുറേ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഓംസ് ലോ, പ്രിച്ച് ഓഫ് ലോ, അതുപോലെ നെറ്റ്വർക്ക് തിയറംസ്, ഇതെല്ലാം ഇപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ കുറിച്ച് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പലതും പഠിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികളെപ്പോൾ ബേസിക് മാത്തമാറ്റിക്സ് ഇപ്പോൾ സ്കൂൾ ലെവലിൽ നമ്മൾ കുട്ടികളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കോണ്ടൂർ ഉപയോഗിച്ച് ഒരു കോണ്ടൂർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കാൽക്കുലേഷൻ എങ്ങനെ എന്നുള്ളത് കുട്ടികളെ നമ്മൾ ക്ലാസ് ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നമ്മൾ മാത്തമാറ്റിക്സിൽ കറക്റ്റായിട്ട് കുട്ടികൾ പഠിക്കും. അതേ സമയത്ത് ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ റൂമിൻ്റെ ഏരിയ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ അത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി
ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ആ ലേണിംഗ് എത്രത്തോളം എനേബിൾ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഏത് ലെവൽ വരെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്ന ടീച്ചറാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് ആ കുട്ടി എന്തെല്ലാം കാര്യങ്ങളാണോ പഠിച്ചിട്ടുള്ളത്, ആ പഠിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസും അതേപോലെ മറ്റുള്ള നോളജും ഉപയോഗിച്ചുകൊണ്ട്, അതായത് റിമെമ്പറൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ അവന് എന്തെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവന് ഏതെങ്കിലും ഒരു ന്യൂ സിറ്റുവേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, ദ എബിലിറ്റി ടു യൂസ് ദ ലേൺഡ് മെറ്റീരിയൽ. അവൻ്റെ അടുത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് പഠിച്ചിട്ടുള്ള, അത് എവിടെ അവന് ഉപയോഗിക്കാൻ കഴിയും, അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്ലിക്കേഷൻ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ റിമെമ്പറൻസ് ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, അതുപോലെ അപ്ലിക്കേഷൻ ലെവൽ എന്നുള്ളതെല്ലാം തന്നെ നമ്മളുടെ ഡിപ്ലോമ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഒരു SLO നമ്മൾ റിഫൈൻ ചെയ്യുന്ന സമയത്ത്, SLOയിലേക്ക് അല്ലെങ്കിൽ കോഴ്സ് ഔട്ട്കമ്മിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കേണ്ട ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത് അപ്ലൈ, അതുപോലെ ഡെമോൺസ്ട്രേറ്റ്, ഇല്ലുസ്ട്രേറ്റ്, സോ എക്സെട്ര എക്സെട്ര. അപ്പോൾ അപ്ലിക്കേഷൻ ലെവലിൽ അതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ, ഇംപ്ലിമെന്റ്, എക്സിക്യൂട്ട്, സോൾവ്, ഓർ ഡെമോൺസ്ട്രേറ്റ്, ഇന്റർപ്രറ്റ്, ഈ തരത്തിലുള്ള ആക്ഷൻ വർക്ക്സ് എല്ലാം തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യണം. അത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തും അത് തന്നെയായിരിക്കണം ആക്ഷൻ വർക്ക്സ്. നമ്മളുടെ സ്റ്റുഡൻറ് ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ എഴുതുന്ന സമയത്തും അത് തന്നെയായിരിക്കണം ആക്ഷൻ വർക്ക്സ്. നെക്സ്റ്റ് ഹയസ്റ്റ് ലെവൽ in the learning process is analyze level. Analyzing. What is analyzing? Analyzing എന്ന് പറയുന്നത്, analyzing means breaking down the whole into its constituents parts. അതായത് നമ്മൾ ഒരു വലിയ കാര്യത്തെ ഏത് രീതിയിൽ അതിൻ്റെ കമ്പോണന്റ് പാർട്ടുകളായിട്ട് വേർതിരിച്ച് ഒരു കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അനാലിസിസ് ലെവൽ അല്ലെങ്കിൽ അനലൈസ് ലെവൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനലൈസ് ലെവലിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അത് അപ്ലിക്കേഷൻ ലെവലിനേക്കാളും കുറച്ചുകൂടി ഹയർ ലെവൽ ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ ഹയർ ലെവൽ ഓഫ് ലേണിങ്ങിൽ നമ്മൾ ഇപ്പോൾ ഡാറ്റ കളക്ഷൻസ് വരും. ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് എഴുതാൻ കഴിയണം, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ കഴിയണം. അത്തരത്തിലുള്ള എബിലിറ്റി ഒരു കുട്ടിക്ക് നമ്മൾ നൽകുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ അനലൈസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിക്ക് ഒരു വർക്ക് കൊടുക്കുകയാണ്, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ എയർ പൊല്യൂഷൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ ഏരിയ ഓഫ് പാലക്കാട് ജില്ലയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷൊർണൂർ എന്ന് പറയുന്നത് മിനി ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഞ്ചിക്കോട് എടുത്തിട്ട് നമ്മൾ പറയുകയാണ്, കഞ്ചിക്കോട് ഏരിയയിലെ എയർ പൊല്യൂഷൻസിന്റെ റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒരു കുട്ടിയുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെന്ന്, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ എയർ പൊല്യൂഷൻസ് ഇൻ എ ഗിവൺ ഇൻഡസ്ട്രിയൽ ഏരിയ ഓർ ഇൻഡസ്ട്രിയൽ ലൊക്കാലിറ്റി എന്ന് നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിനെക്കുറിച്ച് റീസൺസ് പറയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ ഏരിയയിൽ ഒരു പഠനം നടത്തണം. അപ്പോൾ ആ കുട്ടിക്ക് അത് നടത്തി കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ കുറേ ഡാറ്റാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു അനലൈസ് എന്ന് പറയുന്ന ലെവലിലേക്ക് ആ കുട്ടിക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതേപോലെ ഞാനിപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം നമ്മളൊരു സാമ്പിൾ പ്രോഗ്രാം ഒരു കുട്ടിക്ക് കൊടുത്തു, ഒരു C++ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ജാവ പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റിന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറയാം, ഐഡന്റിഫൈ ദ സിൻടാക്സ് എറേഴ്സ് ഇൻ ദിസ് പ്രോഗ്രാം എന്നുള്ളത് ഒരു ടാസ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സിൻടാക്സ് എറർ ആ കുട്ടിക്ക് ആ പ്രോഗ്രാമിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ അത് അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. എവിടേക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ കഴിയുള്ളൂ. അതേപോലെ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സർക്യൂട്ട് ആ കുട്ടിയുടെ അടുത്ത് വെക്കുകയാണ്, ഒരു വയറിംഗ് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം
ഒരു സർക്യൂട്ട് ഡയഗ്രം, ഒരു ട്യൂൺഡ് ആംപ്ലിഫയർ, IF ട്യൂൺഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ RF ആംപ്ലിഫയർ സർക്യൂട്ട് ഡയഗ്രം കൊടുത്ത് ഐഡന്റിഫൈ ദ ഫാൾട്സ് ഓർ മിസ്റ്റേക്സ് ഇൻ ദ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ സർക്യൂട്ടിനെ കുറിച്ച് തറവ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അനലൈസ് ചെയ്യാൻ കഴിയൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലെവലിലേക്ക് കുട്ടിയെ നമ്മൾ ഉയർത്തുന്നതാണ് അതിന്റെ അനാലിസിസ് അല്ലെങ്കിൽ അനലൈസ് ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ലെവൽ. ഇവാലുവേറ്റ്. എന്താണ് ഇവാലുവേറ്റ്? വാട്ട് ഈസ് ഇവാലുവേഷൻ? എപ്പോഴാണ് നമുക്ക് ഒരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഇവാലുവേറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു കുട്ടി ഇവാലുവേറ്റ് ലെവലിലേക്ക് എത്തി അല്ലെങ്കിൽ ഇവാലുവേറ്റ് എന്ന് പറയുന്നത് പറയാൻ കഴിയുക എപ്പോഴാണ്? ഒരു കുട്ടിക്ക് ഒരു ജഡ്ജ്മെന്റിൽ ഒരു കുട്ടി എത്തുന്ന സമയത്ത്, അതായത് അവന്റെ മുമ്പിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ട്, ആ ഡാറ്റാസ് വെച്ചുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അവന് നടത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെറ്റ് ഓഫ് ഡാറ്റാസ് ഒരു കുട്ടിക്ക് കൊടുത്ത് ദ എബിലിറ്റി ഓഫ് എ സ്റ്റുഡന്റ് ടു ജഡ്ജ് ഓർ വാല്യൂ ഓഫ് എ മെറ്റീരിയൽ for a given purpose, the judgments are to be based on different criteria. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റാസ് കൊടുത്ത് ആ കുട്ടി ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റിൽ എത്താൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ മുമ്പിൽ വന്നിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ജഡ്ജ്മെന്റ്സിൽ എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റിന്റെ ബേസ് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ജഡ്ജ്മെന്റിൽ എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ ഒരു ലെവൽ ഓഫ് ലേണിങ്ങിനെയാണ് നമുക്ക് ഇവാലുവേറ്റ് എന്ന് പറയാൻ കഴിയുക. അപ്പൊ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചിട്ടായിരിക്കാം ആ ജഡ്ജ്മെന്റിൽ എത്തുക. അപ്പൊ ജഡ്ജ്മെന്റ് ഒരു സെറ്റ് ഓഫ് ഡാറ്റാസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിന്റെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സിൽ ഒരു കുട്ടി എത്തുന്നതാണ് ഇവാലുവേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫൈനൽ ഇവിടെ ഇവാലുവേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിന്റെ മെയിൻ ആയിട്ടുള്ള വെർബ്സ് എന്ന് പറയുന്നത്, ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത് ആർഗ്യൂ, അസസ്, ഡിഫെൻഡ്, ജഡ്ജ്, സെലക്ട്, സപ്പോർട്ട് ഇത്തരത്തിലുള്ളതാണ് അതിന്റെ ആക്ഷൻ വെർബുകൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇപ്പോൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ഫൈനൽ ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ലെവലാണ്, ക്രിയേറ്റ്. അപ്പൊ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്രിയേറ്റ് എന്നുള്ളതിന്റെ ആ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു കുട്ടിയെ കൊണ്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും കാര്യം ഡിസൈൻ ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇവന്റ് പ്ലാൻ ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ഇൻവെന്റ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ലെവലിലേക്ക് നമ്മൾ ലേണിംഗ് എത്തിച്ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ലെവൽ ഓഫ് ലേണിങ്ങിനെയാണ് നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്നത്, ക്രിയേറ്റ് ലെവൽ. അപ്പൊ ബ്ലൂംസ് ടാക്സോണമിയിലെ ഈ ലെവലുകൾ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ലെവൽ, നമ്മളുടെ ക്ലാസ് റൂം ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ നമ്മളുടെ തിയറി ക്ലാസ്സുകളിൽ ലേണിംഗ് പ്രോസസ് മിക്കതും നടക്കുന്നത് ഈ ബ്ലൂംസ് ടാക്സോണമിയുടെ കോഗ്നിറ്റീവ് ഡൊമൈൻ ഉപയോഗിച്ചാണ്. ഈ കോഗ്നിറ്റീവ് ഡൊമൈനിലെ ഡിഫറെന്റ് ലെവൽസ് ആണ് റിമെമ്പറൻസ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈ, അനാലിസിസ് ആൻഡ് ഇവാലുവേറ്റ്, ക്രിയേറ്റ്. ദ ആക്ഷൻ വെർബ്സ് യൂസ്ഡ് in the student learning outcomes and questions are used in the Bloom's taxonomy. അപ്പൊ ഈ ബ്ലൂംസ് ടാക്സോണോമി ലെവൽ ഡൊമൈനിൽ നെക്സ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്, ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. കോഗ്നിറ്റീവ് ഡൊമൈനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ഷൻ വെർബ്സും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ആക്ഷൻ വെർബ്സ് ഉപയോഗിച്ച് തന്നെ നമ്മൾ SLO എഴുതണം, അതുപോലെ COs എഴുതണം. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന സമയത്തും ഈ ആക്ഷൻ വെർബ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സൈക്കോമോട്ടോർ ഡൊമൈൻ. നെക്സ്റ്റ് ലെവലല്ല, നെക്സ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ ലേണിംഗ് പ്രോസസ്സ് നടക്കുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ്. സൈക്കോമോട്ടോർ ഡൊമൈനിൽ നോക്കുക, ഇമിറ്റേഷൻ ഫസ്റ്റ് ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ. ഇത് ഓരോ ലെവലിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ടൈം കുറച്ച് കൂടുതൽ എടുക്കുന്നു.
അപ്പോൾ കൊഗ്നിറ്റീവ് ഡൊമൈൻ ആണ് നേരത്തെ പറഞ്ഞത്. സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പ്രൊഫഷണൽ സ്കിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്കിൽ അച്ചീവ് ചെയ്യുന്നത് സൈക്കോമോട്ടർ ഡൊമൈൻ വഴിയാണ്. ഈ സൈക്കോമോട്ടർ ഡൊമൈനിൽ നമ്മളുടെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നമ്മളുടെ മെയിൻ പ്രൊജക്ട്, മിനി പ്രൊജക്ട് കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലാസ് റൂം ലേണിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ വരുന്നത് അല്ലെങ്കിൽ അതിൽ ലേണിംഗ് പ്രോസസ്സ് എല്ലാം തന്നെ നടക്കുന്നത് സൈക്കോമോട്ടർ ഡൊമൈനിലാണ്. സൈക്കോമോട്ടർ ഡൊമൈനിൽ ഇമിറ്റേഷൻ ഇതിന്റെ ലെവൽസ് ആണ് 1, 2, 3, 4, 5 ലെവൽസ് ആണ് അതിലുള്ളത്. അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കുട്ടിയെ സൈക്കോമോട്ടർ ഡൊമൈനിൽ അതിന് നമുക്ക് പോകുന്ന സമയത്ത് സൈക്കോമോട്ടർ ഡൊമൈനിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളൊരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് ഒരു കുട്ടിയെ ഒരു കുട്ടിയുടെ അടുത്ത് കാണിച്ചു. ഇപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ക്ലാസ് റൂമിൽ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഏത് രീതിയിലാണ് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്, ലാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമിറ്റേഷൻ എന്ന് പറയുന്ന ലെവലിലാണ് അത് വരുന്നത്. ആ ഇമിറ്റേഷൻ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ഇമിറ്റേറ്റിംഗ് ലെവലിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താണോ പറയുന്നത് അതെല്ലാം കുട്ടി ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇമിറ്റേറ്റ് ചെയ്ത് കുട്ടി ലാബിലോ മറ്റോ വരുന്ന സമയത്ത് നമ്മൾ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ എലോങ് വിത്ത് മീ അല്ലെങ്കിൽ എലോങ് വിത്ത് ദ ടീച്ചർ ദ സ്റ്റുഡൻറ് കണ്ടക്ട് ദ എക്സ്പെരിമെന്റ്. ആ കുട്ടിയെ ആ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നു. ആ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന കാര്യങ്ങളിലെ ആക്ഷൻസിലെല്ലാം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് ചെയ്ത് ആ കുട്ടിയെ ഒരു പ്രിസിഷൻ ലെവലിലേക്ക് എത്തുന്നു. ആ പ്രിസിഷൻ ലെവൽ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കില്ല, വൺ ടൈം പ്രോസസ് ആയിരിക്കില്ല, പലതവണ ചെയ്യുന്ന സമയത്തായിരിക്കും ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുക. അങ്ങനെ കണ്ടിന്യൂസ് പ്രാക്ടീസ് വഴി ആ കുട്ടി എന്ത് ചെയ്യുന്നു, പ്രിസിഷനിൽ എത്തിച്ചേരുന്നു. ഈ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മളെങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ആ കുട്ടി, അതായത് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു അതിനേക്കാൾ ഒരു പക്ഷേ കറക്റ്റ് ആയിട്ട് ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയും. ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ സ്കിൽ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കുലേഷൻ ലെവലിന്റെ നെക്സ്റ്റ് ഹയർ ലെവലാണ് നാച്ചുറലൈസേഷൻ. എന്താണ്, അതാണ് ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസ് ലെവൽ ഇൻ ദ പ്രാക്ടിക്കൽ സ്കിൽ. അതായത് ആ കുട്ടിക്ക് ഒരുപക്ഷെ നമ്മൾ കാണിച്ചു കൊടുത്തതിനേക്കാളും വളരെ നന്നായിട്ടൊരു വർക്ക് ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, അപ്പൊ ആ കുട്ടിയെ നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുപോയത്, ഇമിറ്റേറ്റിംഗ് ലെവലിനാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാനിതിന്റെ ഈ ഓരോ ലെവലിനെ കുറിച്ചും ഇത് നേരത്തെ മറ്റേ ഡൊമൈൻ പറഞ്ഞതുപോലെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഇമിറ്റേഷൻ ലെവൽ എന്താണ്, നാച്ചുറലൈസേഷൻ ലെവൽ എന്താണ്. നാച്ചുറലൈസേഷൻ ലെവൽ അതിന്റെ ഹയസ്റ്റ് ലെവലാണ്. ഇമിറ്റേഷൻ ലെവൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടികൾ, ഇപ്പൊ എല്ലാ വീടുകളിലും ഇപ്പൊ ചെറിയൊരു കുട്ടി നമ്മുടെ 1ാം ക്ലാസ്സിലോ അല്ലെ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി പെൻസിൽ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് എന്തുണ്ടായിരിക്കും, അവര് നമ്മുടെ ഷാർപ്പനർ എടുത്ത് പെൻസിൽ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അതിന്റെ ടിപ്പ് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടി മനസ്സിലാക്കുക എന്തുകൊണ്ടാണത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. എപ്പോഴും ആ കുട്ടി അത് ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ആ ഫീഡ്ബാക്ക് ഇത് ഓവർ പ്രഷർ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് ഫൈൻ ട്യൂൺ ചെയ്ത് അവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ആ മാനിപ്പുലേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അവൻ പ്രിസിഷൻ ലെവലിലേക്ക് എത്താൻ കഴിയുന്നു. ആ പ്രിസിഷൻ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് വളരെ അക്യൂറേറ്റ്, അപ്പോൾ പ്രിസിഷൻ നമുക്ക് കിട്ടുന്ന സമയത്തോ ഇതിന്റെ പ്രിസിഷൻ പോരല്ലോ എന്ന് വെച്ച് നമ്മൾ വീണ്ടും പ്രിസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ ആർട്ടിക്കുലേഷൻ ലെവലിലേക്കും അത് കഴിഞ്ഞ് നാച്ചുറൽ ലെവലിലേക്കും നാച്ചുറലൈസേഷൻ ലെവലിലേക്കും എത്തുന്നു. അതാണ് സൈക്കോമോട്ടർ ഡൊമൈൻ വരുന്നത്. അപ്പൊ സൈക്കോമോട്ടർ ഡൊമൈനിൽ നമ്മളുടെ പ്രാക്ടിക്കൽ സ്കില്ലുകളെല്ലാം തന്നെ ഈ ഇമിറ്റേഷൻ മുതൽ നാച്ചുറലൈസേഷൻ വരെ ഡിഫറെന്റ് ലെവലിലാണ് കിടക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡൊമൈൻ ആണ് അഫക്റ്റീവ് ഡൊമൈൻ. അപ്പൊ അഫക്റ്റീവ് ഡൊമൈനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് ഞാനിത് പറഞ്ഞു തീർക്കാം. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്, ദിസ് ഡൊമൈൻ
or bringing the change in the values and attitude of the student. ഒരു കുട്ടിയുടെ മോറൽ വാല്യൂസ്, അതുപോലെ ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, അതേപോലെ കുട്ടിയുടെ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്, നമ്മുടെ പ്രോഗ്രാം ഔട്ട്കംസ് PO1 മുതൽ PO7 വരെ ഞാൻ കാണിച്ചതിൽ തന്നെ എത്തിക്സ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എത്തിക്സ് അല്ലെങ്കിൽ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ബിഹേവിയർ നമുക്ക് എങ്ങനെ കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും? നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേകം സബ്ജക്റ്റുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു കുട്ടിയുടെ മോറൽ വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും എല്ലാം തന്നെ, അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് വാല്യൂസ് ഒക്കെ നമുക്ക് പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, ആ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാമല്ല, ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ എവിടെയും ചെന്നാൽ കഴിയില്ല. അവിടെ ഡിപ്പെൻഡൻസി, ഇന്റർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതായത് ഒരു കൂട്ടായിട്ട് ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ കുട്ടിക്ക് പലതരത്തിലുള്ള സഹായങ്ങളും മറ്റുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വേണ്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒറ്റയ്ക്കൊരു വർക്ക് ചെയ്യാൻ കഴിയില്ല, ടീം ആയിട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോപ്പറേഷൻ വേണം, കൊളാബറേഷൻ വേണം. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഒരു ടീം ലീഡറായിട്ട് ഒന്നെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോൾ ടീം ലീഡർഷിപ്പ്, അതേപോലെ വാല്യൂ, ആറ്റിറ്റ്യൂഡ്, അതേപോലെ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചേരേണ്ടി വരും. ഇത് ഒരു 4 ദിവസം ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ കോളേജിൽ വരുന്നത് പോലെ, കോളേജിൽ നമ്മളിപ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ അധ്യാപകന് ഇപ്പോൾ 9 മണിക്ക് ക്ലാസ്സിൽ കയറുന്നു, കുട്ടികൾ 9:10 വരുന്നു, 9:30 വരുന്നു, 10 മണിക്ക് വരുന്നു, 10:15 വരുന്നു. എല്ലാവരെയും ഞാൻ കയറ്റി ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇവിടെ നിന്ന് തന്നെ പഠിക്കുകയാണ്. അതായത് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആണ് കുട്ടിയുടെ. ഒരു സ്ഥാപനത്തിൽ ചെല്ലുന്ന സമയത്ത് എങ്ങനെ ചെല്ലണം എന്നുള്ളത്. അപ്പൊ അത് അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ത്രൂ ഔട്ട് ലൈഫിൽ, അവന്റെ പ്രൊഫഷണൽ ലൈഫിലും മറ്റൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ അത് നമ്മൾ ഇവിടെ തന്നെ അത് കൺട്രോൾ ചെയ്യണം. ആ ഒരു കാര്യം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഡൊമൈൻ എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ ആണ്. ബ്ലൂംസ് ടാക്സോണമി പ്രകാരമുള്ള അഫക്റ്റീവ് ഡൊമൈൻ ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അതിൽ വ്യത്യസ്ത ലെവലുകൾ നിങ്ങൾക്ക് കാണാം, 5 ലെവലുകൾ. റിസീവിങ്, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് റിസീവിങ് ലെവലാണ്. റിസീവിങ് ലെവൽ, നെക്സ്റ്റ് റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. ഇതാണ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് അഫക്റ്റീവ് ഡൊമൈൻ ഇൻ ദ ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ ഈ റിസീവിങ് എന്താ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇപ്പൊ റിസീവിങ് അല്ലെങ്കിൽ അറ്റൻഡിങ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് സോഷ്യൽ ബീയിങ് ആണ്. അതായത് ആ കുട്ടി ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്, അപ്പോൾ ഒരു കുടുംബത്തിലാണ്. അപ്പോൾ ഒരാൾക്കും സോഷ്യൽ അല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടി ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയുന്നത്, നമ്മൾ സൊസൈറ്റിയാണ് നമുക്ക് എന്താണ് തെറ്റ്, എന്താണ് ശരി എന്നുള്ളതല്ല. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് അമ്മ, അച്ഛൻ, പാരൻസ്, അല്ലെങ്കിൽ നമ്മളുടെ അമ്മ, ഒരു നിശ്ചിത ഏജ് വരെ അമ്മ, ഒരു നിശ്ചിത ഏജ് വരെ നമ്മുടെ പാരൻസ്, അത് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി, ഇവരാണ് നമ്മളുടെ ഇൻപുട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് കുട്ടികളെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസ് എന്താണെന്നുള്ളത് ആദ്യം പറയും. നീ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അത് തുടർച്ചയായിട്ട് ഇൻകൾക്കേറ്റിംഗ് ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നീ ആ ആളായിട്ട് സംസാരിക്കരുത്, നീ അത് ചെയ്യരുത്, ഡോണ്ട് ടോക്ക് വിത്ത് സ്ട്രേഞ്ചേഴ്സ്, ഡോണ്ട് ടു ബി ലൈറ്റ് ഫ്രം ഔട്ട്സൈഡ്, ഗോ ടു ബെഡ് ഏർലി, ഇത്തരത്തിലുള്ള ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ആൾവേസ് സ്പീക്ക് ട്രൂത്ത്, ബി ഹോണസ്റ്റ്, കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്, ഹെൽപ്പ് അതേഴ്സ്. ഈ തരത്തിലുള്ള ഒരുപാട് വാല്യൂസ് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഗോ ടു ദ ബെഡ് ഏർലി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് കുട്ടി അത്, അതേപോലെ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി അതിനെല്ലാം നമ്മൾ എടുത്ത് റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഈ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ റിസീവിങ് അല്ലെങ്കിൽ അറ്റൻഡിങ്. റിസീവിങ് എന്ന് പറയുന്നത് ആദ്യം അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങൾ, പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ്, ഇവരിൽ നിന്നായിരിക്കും റിസീവിങ്, ഇൻപുട്ട് റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റൻഡിങ് എന്ന് പറയുന്നത് ആ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൊസൈറ്റിയിലാണ്. അപ്പൊ ഈ സൊസൈറ്റി കുറെ റെസ്ട്രിക്ഷൻസ്, അല്ലെങ്കിൽ അവന്റെ അടുത്ത് വിധിവിലക്കുകൾ എന്ന് പറയും. നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഈ കാര്യങ്ങളെല്ലാം ഇതൊക്കെ അവന്റെ ഇൻപുട്ടാണ്.
ഈ ഇൻപുട്ടിനനുസരിച്ചാണ് പിന്നെ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ റെസ്പോണ്ട് എന്ന് പറയുന്നത് ചില കുട്ടികൾ അത് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും, ചിലര് നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഡോണ്ട് ടച്ച് ഇൻ ദ ഫയർ. ഒരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു, എല്ലാ പാരന്റ്സും പറഞ്ഞിട്ടുണ്ടായി തീ കളിക്കരുതിട്ട് അല്ലെ തീ തുടരുത് എന്ന് പറയും. പക്ഷെ ആ കുട്ടിക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കും, നമ്മുടെ ന്യൂട്ടൺസ് ലോ അവിടെ അപ്ലൈ ചെയ്യും. കുട്ടി എന്താണ്, എവരി ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ ആ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത് തിരിച്ചാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി തീയിലൊന്ന് തൊട്ട് നോക്കും. അപ്പൊ കൈ നന്നായി പൊള്ളിക്കഴിഞ്ഞാൽ പിന്നീട് തീയിൽ തൊടൂല. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ശരിയല്ല, ഇത് പറയുന്നതൊക്കെ ശരിയാണെന്നുള്ള. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ത് ഇൻപുട്സ് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാലും, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ആ ആളായിട്ട് സംസാരിക്കരുത്, അവിടെ പോരുത്, ഇവിടെ പോരുത്, ഇതൊക്കെ നമ്മളുടെ റെസ്ട്രിക്ഷൻസ് ആണ്, ഡോൺസ്. അതുപോലെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റെസ്പോണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അത് പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. പിന്നെ അത് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അപ്പൊ കുട്ടികളത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോ നമ്മൾ ഒരു കുട്ടി എൻ്റെ ലാബ് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ തിയറി ക്ലാസ്സിലേക്ക് ഒരു കുട്ടി കടന്നു വരുന്ന സമയത്ത് ആ കുട്ടിയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറയാം, നിങ്ങൾ ക്ലാസ്സുകളിലെല്ലാം തന്നെ വളരെ കൃത്യസമയം പാലിക്കണം, ഞാൻ തന്ന അസൈൻമെന്റ് കൃത്യസമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഒരു അധ്യാപകൻ പറയുന്ന സമയത്ത് ആ കുട്ടി അത് റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യുന്നത് ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്? അവന്റെ വാല്യൂ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പൊ ഈ വാല്യൂസ് ബേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ അവന് നുണ പറയാൻ പാടില്ല, അതേപോലെ ഒരാളെ ചതിക്കാൻ പാടില്ല, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം തന്നെ കുറെ ഇൻപുട്സ് അവന്റെ കയ്യിലുണ്ട്. അത് അവൻ എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും അക്കോർഡിംഗ് ടു ദ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഇപ്പൊ ഒരാളുടെ അടുത്ത് ഒരു കമ്പനിയിൽ രണ്ടുപേര് സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്തു, അത് ഹയർ അതോറിറ്റിയെ അറിയിക്കണം. അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ അവന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവൻ രണ്ട് രീതിയിൽ അവൻ അതിനെന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. അപ്പൊ അവിടെ ഒന്നുകിൽ അവൻ എന്ത് ചെയ്യണം? ആ ഫ്രണ്ട് തെറ്റ് ചെയ്തു എന്നുള്ളത് ഹയർ അതോറിറ്റിയെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഫ്രണ്ട് അതിന്റെ കോൺസിക്വൻസ് നേരിടേണ്ടി വരും. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ തകരും. അപ്പൊ ആ കുട്ടി ആലോചിക്കുകയാണ്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആണോ വലുത്, അതോ ഞാൻ സത്യം പറയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇത് മറച്ചു വെക്കുകയാണോ വേണ്ടത്? അതാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്? അവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഈ വാല്യൂസ് എല്ലാം തന്നെ അവൻ ഓർഗനൈസ് ചെയ്യുന്നു. ഓർഗനൈസ് അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ ഓർ പ്രയോറിറ്റൈസിങ് ദ വാല്യൂസ്. അവൻ അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഈ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അവൻ പെരുമാറുന്നു. അതാണ് ലാസ്റ്റ് ലെവൽ, ക്യാരക്ടറൈസിങ്. അപ്പൊ ഒരു കുട്ടി ഒരിക്കലും ഞാൻ നുണ പറയില്ല എന്ന് തീരുമാനിച്ച ഒരു കുട്ടി, അപ്പൊ നമ്മൾ ചിലർ കണ്ടു കഴിഞ്ഞാൽ പറയില്ലേ, നീ എന്താ ഗാന്ധിജിയാണോ എന്നൊക്കെ ചോദിക്കൂല. അപ്പൊ നുണ പറയാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നുണ പറയേണ്ട, ഇപ്പൊ നമുക്ക് തന്നെ ചില സേഫ് സോണിലേക്ക് നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് ചെറിയ നുണ ഇതാണ് പറഞ്ഞേക്കാം എന്നുള്ളത് നമുക്ക് തോന്നും. അപ്പൊ അവിടെ നമ്മളുടെ ആ ഒരു ഓർഗനൈസിങ് ആണ് അവിടെ. അതായത് നുണ ഒരിക്കലും പറയരുത് എന്നുള്ളതും പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യും? പ്രയോറിറ്റൈസ് ചെയ്യും. അവിടെ എന്താണ്, സത്യം പറയണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ അതിനനുസരിച്ചാണ് പിന്നെ എൻ്റെ ഒരു ബിഹേവിയർ വരിക. അതാണ് എൻ്റെ ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്, ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഈ വാല്യൂ, കുട്ടികളുടെ കേസിൽ നമ്മുടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോളജ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് ലെവലല്ല. അതായത് കുട്ടികളുടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം, കുട്ടികളുടെ നോളജ് ഡെവലപ്പ് ചെയ്യണം, അതോടൊപ്പം തന്നെ കുട്ടികളുടെ വാല്യൂസ് അതേപോലെ ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അപ്പൊ വാല്യൂസ് ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ പലതരത്തിൽ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഈ വാല്യൂസിലെല്ലാം തന്നെയുള്ള പ്രശ്നങ്ങളിലാണ്. ഇപ്പൊ ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിലും മറ്റത് അവർക്കൊന്നും ചില എത്തിക്സ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മോറൽ സൈഡ് അത്രത്തോളം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മുമ്പിൽ വരുന്ന പല വാർത്തകളും ഈ രീതിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്കൂൾ ലെവലിൽ അല്ലെങ്കിൽ കോളേജ് ലെവലിൽ എത്തുന്ന കുട്ടികളിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അഡോളസൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അഡോളസൻസ് ഏജിലുള്ള കുട്ടികളാണ്. നമ്മളുടെ സ്കൂൾ ലെവൽ, ഹൈസ്കൂൾ ലെവൽ, അതേപോലെ നമ്മളുടെ കോളേജ് ലെവൽ കോളേജ് ലെവലിൽ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അഡോൾസൻസ് ലേണേഴ്സ് ആണ്. അഡോൾസൻസ് ലേണേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഈ മൂന്ന് ഡൊമൈൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ അല്ലെങ്കിൽ അഫക്റ്റീവ് ഡൊമൈൻ, ഇതെല്ലാം തന്നെ വളരെ ഹൈ എൻഡിൽ നിൽക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് നമ്മൾ ഏത് രീതിയിൽ അവരെ വഴികാട്ടുന്നു
അതിനനുസരിച്ചായിരിക്കും അവർ നാളെ അവർ സമൂഹത്തിൽ അറിയപ്പെടുക അല്ലെങ്കിൽ സമൂഹത്തിൽ എത്തിച്ചേരുക. ആ രീതിയിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അതിന് വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ പുറത്തുള്ള ആളല്ല, IPT GPTCയിൽ തന്നെയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഏത് സമയത്ത് വേണമെന്നുണ്ടായാലും ഞാൻ തരും. അപ്പൊ ഈ സെഷനിൽ ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ജെജു പറയൂ സാർ. ഈ സൈക്കോമോട്ടർ ഡൊമൈൻ ആണോ അതോ അതിന് ശേഷമാണോ എഫക്റ്റീവ് ഡൊമൈൻ വരിക? അല്ല, സൈക്കോമോട്ടോർ ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, അതേപോലെ കോഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പൊ നമ്മള് ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലേണേഴ്സിനെ നമുക്ക് കുറെ ഏജ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിലോ 10 years. ഇപ്പൊ നമ്മുടെ പ്രൈമറി, LP, ലോവർ പ്രൈമറി സ്കൂൾ, അപ്പർ പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ. അപ്പൊ ഈ ലോവർ പ്രൈമറി ഒക്കെ നമുക്ക് ബിലോ 10 എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആണ്. ഈ ചൈൽഡ്ഹുഡ് ഒരു മൊത്തത്തിൽ നടക്കുന്നത് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് അവിടെ ആ സമയത്ത് കുട്ടിക്ക് കോഗ്നിറ്റീവ് ഡൊമൈനിലാണ് ആ ലേണിംഗ് പ്രോസസ് എല്ലാം തന്നെ നടക്കുന്നത്. അതേ സമയത്ത് ആ കുട്ടി ഒരു ഹൈസ്കൂൾ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഹൈപ്പർ ആക്ടിവിസ്റ്റ് ആണ് അവിടെ. ആ ഹൈസ്കൂൾ ലെവലും കഴിഞ്ഞ് പിന്നീട് വരുന്ന ഏജ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ കോളേജ് ലെവലിൽ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 20 and 13, ഒരു 13 മുതൽ അല്ലെങ്കിൽ 14 മുതൽ 20 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികൾ. ആ കുട്ടികളെയാണ് നമ്മൾ അഡോളസെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡോളസെൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ എല്ലാ ഡൊമൈനും വളരെ ഇൻറ്റൻസീവായിട്ട് നിൽക്കുന്ന, നമ്മളിപ്പോ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കോഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും അതേപോലെ സൈക്കോമോട്ടർ ഡൊമൈനും, ഇത് മൂന്നും തന്നെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു പീരീഡാണ് ഏത് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു പീരീഡ്, അപ്പൊ നമ്മളിപ്പോ ഈ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുക. നമ്മുടെ ചൈൽഡ്ഹുഡ്, അതുപോലെ എന്താണ് ബോയ്ഹുഡ് ഓർ ഗേൾഹുഡ്, അഡോളസൻസ്, അതുപോലെ അഡൾട്ട്ഹുഡ്. ഇപ്പൊ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് ഇപ്പോ ഗ്രേറ്റർ ദാൻ 20 years വരുന്ന ലേണേഴ്സിനെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകുന്ന ആളുകൾ ഉണ്ടല്ലോ. അപ്പോ അത്തരത്തില് നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്കുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അഡൾട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതേ സമയത്ത് നമ്മൾ കോളേജ് ലെവലിൽ നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെല്ലാം തന്നെ അഡോളസൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഈ അഡോളസൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുന്ന സമയത്ത് ഈ 3 ഡൊമൈനും അവിടെ എന്താണ് ആക്റ്റീവ് ആണ്. 3 ഡൊമൈനും ആക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞത് സാർക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഓക്കെ, താങ്ക് യു സാർ. ഇനി സാർക്ക് എന്തെങ്കിലും സംശയം? മുരളി സാർ, മുരളി സാർ, മുരളി സാർ, ഹലോ സാറേ. ഓക്കെ, കേൾക്കാം സാർ, പറയൂ. ഞങ്ങൾ ഇവിടെ പറയായിരുന്നു സാർ, വളരെ സിമ്പിൾ ആയിട്ട് OBയുടെ മെയിൻ എലമെന്റ്സും എല്ലാ ഡൊമൈന്റെയും എല്ലാ ഡീറ്റെയിൽസും സാർ വളരെ സിമ്പിൾ ആയിട്ട് ഭംഗിയായിട്ട് പറഞ്ഞു. ഒരു കാര്യം ചോദിക്കാം, നമ്മുടെ ഈ 3 ഡൊമൈനിലും ഡെവലപ്മെന്റ് വരുന്ന വിധത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഔട്ട്കംസും കോഴ്സ് ഔട്ട്കംസും എല്ലാം ഡിസൈൻ ചെയ്യേണ്ടത് എന്നാണോ? അതെ, അതായത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഈ ലേണർ ക്യാരക്ടർ, അത് ഇതിപ്പോ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പറയുന്നത് സ്റ്റുഡന്റ് സെൻട്രിക് ആണ്. അപ്പോ ഈ സ്റ്റുഡൻസിന്റെ ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു ടീച്ചർ
ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ കുട്ടിയുടെ അടുത്ത് നമ്മൾ ഒരു പിന്നെ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു നേരം വെളുത്തങ്ങ് പോയിട്ട് എനിക്ക് 2 അവർ ക്ലാസ് മോണോട്ടോണസ് ലെക്ചർ എന്ന് പറയുന്നത് കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യൂല. കാരണം ഇപ്പോഴത്തെ പിള്ളേർ ഡിജിറ്റൽ ഏജ് ആണ്. ഡിജിറ്റൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ക്ലാസ് എടുത്തത് കുട്ടി ഉറങ്ങി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലുള്ള ഒരു പ്രൊഫസറുടെ അടുത്ത് എന്നെ പോലെയുള്ള 150 അക്ഷരന്മാർ വേറെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. ആരുടെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കേൾക്കാം, ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. ഇപ്പൊ പണ്ടായിരുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ലേണിംഗ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് അത് മാത്രമേ കുട്ടിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്നിപ്പോ അതല്ല അവസ്ഥ. അപ്പൊ ആ കുട്ടികളുടെ മൊത്തത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാക്കി അവർക്ക് ഏത് ഡൊമൈനിലുള്ള ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് എനേബിൾ ചെയ്യണം. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിൽ അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു. ഹലോ അഞ്ജന ടീച്ചർ, സംശയം? രവീന്ദ്രൻ മാഷ് ഇല്ലേ? ഓക്കെ. സാറേ എന്തെങ്കിലും 2 വാക്ക്. ക്ലാസ് ഒക്കെ വളരെ നന്നായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ. നമ്മള് കുറെ ഐഡിയ ഇല്ലാത്ത കുറെ കാര്യങ്ങളെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടി. അവസാനത്തെ 2 വെരി ഗുഡ്. ഓക്കെ താങ്ക് യു. അപ്പൊ നസീഫ ടീച്ചർ. ഹലോ ആരാണ്? ആരാ? ഹലോ സബീഷ് സാർ ചോദ്യം ചോദിക്കുന്നു. സബീഷ് സാർ. ഓക്കെ സാർ. പ്രോഗ്രാം വ്യത്യാസപ്പെടില്ലേ ഓരോ കോളേജിനും? ഇപ്പൊ ഇവിടുന്ന് ഇലക്ട്രോണിക്സ് പഠിക്കുന്നതും പാലക്കാട് പോയി ഇലക്ട്രോണിക്സ് പഠിക്കുന്നതും വ്യത്യാസം ഉണ്ടാവില്ലേ പ്രോഗ്രാം ഔട്ട്കം? ഇല്ല, പ്രോഗ്രാം ഔട്ട്കമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസം ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ഔട്ട്കം എന്ന് പറയുന്നത് NBA പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ NBA പറയുന്ന പ്രോഗ്രാം ഔട്ട്കംസ് തന്നെയാണ് നമ്മളുടെ പ്രോഗ്രാം ഔട്ട്കമ്മിൽ വരുന്നത്. അതേ സമയത്ത് നമ്മളുടെ ആ പ്രോഗ്രാം ഔട്ട്കം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതേപോലെ നമ്മളുടെ വിഷൻ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ അതിലിപ്പോ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് എന്താണോ അതൊരു ലോങ് ടേം വിഷൻ ആയിരിക്കും. അതേപോലെ നമ്മുടെ കുട്ടികൾ ഒരു 5-6 വർഷം കോഴ്സ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരെന്തായി തീരണം, അല്ലെങ്കിൽ അവര് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിക്ക് ആപ്റ്റ് ആയിരിക്കണം എന്നൊക്കെ നമ്മുടെ പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് മിഷനിലൊക്കെ ആ സ്റ്റേറ്റ്മെന്റ് വരും. അപ്പൊ ആ മിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുന്ന സമയത്ത് മിഷൻ സ്റ്റേറ്റ്മെന്റും അതേപോലെ നമ്മളുടെ പ്രോഗ്രാം ഔട്ട്കമും തമ്മിൽ ചില ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഇപ്പൊ മിഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം ഈ നമ്മുടെ കരിക്കുലം വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കരിക്കുലം ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാപ്പ് നമുക്ക് നികത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പുകൾ, ഔട്ട്കംസിന്റെ ഗ്യാപ്പുകൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ഓൺ കോഴ്സസോ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പൊ ഒരു തൃശ്ശൂർ ഗവൺമെന്റ് MTയിലുള്ള സ്റ്റുഡൻസിന് വേണ്ട ആഡ് ഓൺ കോഴ്സസ് ആയിരിക്കില്ല ഞാൻ ഇവിടെ കൊടുക്കുക. കാരണം ഇവിടെ പിന്നെ എന്റെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇവിടുത്തെ കുട്ടികൾ കൂടുതലും ക്യാമ്പസ് സെലക്ഷൻ കിട്ടി അവിടെ പോകുന്നു, അല്ലെങ്കിൽ അവർ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് ഉണ്ടോ, അവർ ഇൻഡസ്ട്രിയിലേക്ക് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത്, അതിനനുസരിച്ചായിരിക്കും ഞാൻ അവർക്ക് ആഡ് ഓൺ കോഴ്സസ് കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കുട്ടികൾ കൂടുതലായിട്ടും ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ഓട്ടോക്യാഡ് അല്ലെങ്കിൽ MEP ബേസ്ഡ് ഇൻഡസ്ട്രിയിലാണ് അവർ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഓട്ടോക്യാഡിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ 3D ഡിസൈൻ അല്ലെങ്കിൽ 2D ഡിസൈൻ കോഴ്സുകൾ ഞാൻ ആഡ് ഓൺ കോഴ്സ് അത് നമ്മുടെ സിലബസിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, ആഡ് ഓൺ കോഴ്സസ് ആയിട്ട്, അത് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കോഴ്സാണ്, അത് നമ്മുടെ ഗ്യാപ്പായിട്ട് അവിടെ നിൽക്കും. പക്ഷെ നമ്മുടെ മിഷനിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വിഷനിൽ നമ്മളത് സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പുകൾ നമ്മളുടെ ഔട്ട്കംസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫിക് കോഴ്സുകളായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
പിന്നെ നമ്മളുടെ വിഷൻ മിഷൻ സ്റ്റേറ്റ്മെന്റിലാണ് ചന്ദ്രകാന്ത ടീച്ചർ രാവിലെ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഒരു വിഷൻ അതേപോലെ മിഷൻ നമ്മൾ എഴുതുന്നത് നമ്മളുടെ എക്കോ സിസ്റ്റം കൂടി അതിൽ വളരെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഒരു ഇപ്പൊ എല്ലാ കേരളത്തിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും പോളിടെക്നിക്കുകൾക്കും വിഷൻ ഉണ്ടായിരിക്കും, മിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ വിഷൻ മിഷൻ എഴുതുന്നത് നമ്മളുടെ ലൊക്കാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നമ്മളുടെ എയിം എന്താണ് അല്ലെങ്കിൽ ആസ്പിറേഷൻ എന്താണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് നമുക്കുള്ള സാധ്യതകൾ നമ്മൾ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് വിഷനിലും മിഷനിലും. അപ്പൊ അത് നമ്മളുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ തൃശ്ശൂർ വിമൻസ് പോളിയുടെ മിഷൻ ആയിരിക്കില്ല IPT GPT, അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അതിൽ മാത്രം നമ്മളുടെ എക്കോസിസ്റ്റം വലിയൊരു പങ്ക് വഹിക്കുന്നത്. അതായത് നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന സമയത്ത് വെറുതെ എഴുതിയാൽ പോരാ, അതിന് അലൂമിനീസ്, അതുപോലെ നമ്മളുടെ ഇവിടുന്ന് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ്, അതേപോലെ PTA, നമ്മളുടെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ്, അതുപോലെ ഇവരുടെ ടീച്ചേഴ്സ്, ഇവരെല്ലാവരും ഇരുന്നുകൊണ്ട് ഡിസ്കസ് ചെയ്ത് ഒരു വലിയ ഡിസ്കഷൻസ് നടത്തി. അതേപോലെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണോ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് വളരെ ഒരു വലിയൊരു പ്രോസസ്സ് വഴി അത് നമുക്ക് റിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു വെറുതെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ അതിൽ നമുക്ക് എന്ത് വരും, നമ്മുടെ എക്കോസിസ്റ്റം കൂടി അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരും. അതാണ് അവിടെ ഡിഫറെന്റ് ആയിട്ട് വരിക. POs എല്ലാവർക്കും എല്ലാ കോഴ്സുകൾക്കും, ഇപ്പൊ IPT GPT കോളേജിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 3 പ്രോഗ്രാംസ് ആണ്. അപ്പൊ ഈ 3 പ്രോഗ്രാമിന്റെ ഔട്ട്കം സെയിം ആണ്. അതായത് ഡിപ്ലോമ പ്രിന്റിംഗ് ടെക്നോളജി, ഡിപ്ലോമ ഇലക്ട്രോണിക്സ്, ഡിപ്ലോമ കമ്പ്യൂട്ടർ, ഇത് 3ന്റെയും POs സെയിം ആണ്. ഞാൻ പറഞ്ഞ 7 POs ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഞാൻ സാറെ മനസ്സിലായല്ലോ? ഓക്കെ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ റാപ്പപ്പ് ചെയ്യല്ലേ സാറേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണോ? ഓക്കെ. That was a very lucid and comprehensive introduction to OBE, as everybody said. And let this be a stepping stone to reach our desired outcome of NBA accreditation. Thank you, Ashraf sir, for this wonderful opportunity to learn about outcome-based education.